എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. സീതാമാതയ്ക്കുണ്ടായത് ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. ശ്രീരാമന്റെ പട്ടാഭിഷേകത്തോടെ വാൽമീകി രാമായണം അവസാനിക്കുകയാണ്. ലവകുശന്റെ കഥ ശേഷരാമായണത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രാമായണം പ്രകാരം ലവൻ മൂത്ത ആളാണ്. പക്ഷേ അവർ ഇരട്ടകളായിരുന്നില്ല. ഒരിക്കൽ വേട്ടയാടാൻ പോയ ലവൻ വാൽമീകിയുടെ ആശ്രമത്തിൽ തിരിച്ചെത്താൻ വൈകുകയുണ്ടായി. വാൽമീകി വിചാരിച്ചു സീതാമാതാവ് വിഷമിക്കുകയും ഹൃദയം തകർന്നു പോകുകയും ചെയ്യുമെന്ന്. വാൽമീകി തൻ്റെ യോഗശക്തികളാൽ കുശനെ സൃഷ്ടിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ലവൻ മടങ്ങിയെത്തിയപ്പോൾ സീതാമാതാവ് ആശയക്കുഴപ്പത്തിലായി. വാൽമീകിയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ സീത തൻ്റെ മക്കളെ ഒരുമിച്ച് കാണുന്നതിൽ സന്തോഷിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരു കഥ ഇങ്ങനെയാണ്. മഹർഷി വാൽമീകിയുടെ കൂടെ ആശ്രമത്തിൽ ലവനെ ഏൽപ്പിച്ച് ക്ഷേത്രത്തിൽ പോയ സീതാദേവി ആശ്രമത്തിൽ തിരിച്ചെത്തിയപ്പോൾ മഹർഷി അഗാധമായ ധ്യാനത്തിലിരിക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് ശല്യപ്പെടുത്താതെ ഒന്നും മിണ്ടാതെ തന്നെ കുട്ടിയെ എടുത്തു. കുറച്ചു സമയത്തിന് ശേഷം മഹർഷി വാൽമീകി കണ്ണു തുറന്നപ്പോൾ കുട്ടിയെ കാണാനില്ലെന്ന് കണ്ട് ഞെട്ടിപ്പോയി. സീതാദേവി തൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ച കുഞ്ഞിനെ കാണാതായി കഴിഞ്ഞാൽ വല്ലാതെ വിഷമിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എല്ലാ ദിവ്യശക്തികളോടും കൂടി സമാനതകളുള്ള ഒരു കുട്ടിയെ സൃഷ്ടിക്കുന്നു. സീത കുട്ടിയെ തന്നോടൊപ്പം കൊണ്ടുപോയത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. സത്യം മനസ്സിലാക്കിയ അദ്ദേഹം കുട്ടിയെ സീതയ്ക്ക് നൽകുകയും ഇളയവനായ കുശൻ എന്ന പേരിടുകയും ചെയ്തു. അതിനാൽ സീത 2 കുട്ടികളെയും പരിപാലിച്ചു. ഇവർ 2 പേരെയും ലോകം ഇരട്ടകളായി കണക്കാക്കി. രാമന്റെയും സീതയുടെയും ഇരട്ട മക്കളായ ലവനും കുശനും വളർന്നത് വാൽമീകിയുടെ ആശ്രമത്തിലാണ്. വേദങ്ങൾ, യുദ്ധം, മറ്റു കഴിവുകൾ എന്നിവയിൽ അവർ പരിശീലനം നേടിയിരുന്നു. അവർ രാമായണ ഇതിഹാസവും വാൽമീകിയിൽ നിന്നാണ് പഠിച്ചത്. അവർക്ക് 16 വയസ്സുള്ളപ്പോൾ ലവനും കുശനും ഒരു യാഗം നടത്താൻ അയോധ്യയിലേക്ക് പോയി. നീതിമാനായ രാജാവെന്ന നിലയിൽ തൻ്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രീരാമൻ അശ്വമേധ യജ്ഞം നടത്തുകയായിരുന്നു. ഈ യജ്ഞത്തിനിടയിൽ ലവനും കുശനും യാഗകുതിരയെ പിടികൂടി. അത് ശ്രീരാമനുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. അവരുടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെട്ടപ്പോൾ തൻ്റെ പുത്രന്മാരുമായി വീണ്ടും ഒന്നിച്ചതിൽ ശ്രീരാമൻ അത്യധികം സന്തോഷിച്ചു. രാമന്റെ സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ അവരെ കൊള്ളക്കാരായി തെറ്റിദ്ധരിച്ച് ഒരു യുദ്ധം നടന്നതായി രാമായണത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആ യുദ്ധത്തിൽ ലവനും കുശനുമാണ് വിജയിച്ചത്. രാമൻ വന്നപ്പോൾ ലവന്റെയും കുശന്റെയും വീര്യം കണ്ട് വിസ്മയിക്കുകയാണ് ഉണ്ടായത്. അവർ തൻ്റെ മക്കളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ലവനും കുശനും ശ്രീരാമനുമായി ഒന്നിച്ച സമയത്താണ് സീതാദേവി ഭൂമി പിളർന്ന് അപ്രത്യക്ഷമായത്. ആ സമയത്ത് ആകാശത്ത് നിന്നും ഒരു ശബ്ദം സീതാദേവിയുടെ പരിശുദ്ധിയും പ്രവൃത്തികളുടെ നീതിയും പ്രഖ്യാപിച്ചു. വേർപിരിയൽ ശ്രീരാമനെ വല്ലാതെ വേദനിപ്പിച്ചു. പക്ഷെ തൻ്റെ രാജ്യത്തിന് ഐക്യം പുനഃസ്ഥാപിക്കാനുള്ള ഏകമാർഗം സീതയുടെ ത്യാഗമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. സീത ഇല്ലാതായതിനു ശേഷം ശ്രീരാമൻ 11,000 വർഷമാണ് ഭരിച്ചത്. പുറപ്പാടിൻ്റെ സമയമായപ്പോൾ സരയൂ നദിയിൽ സ്നാനം ചെയ്ത് മർത്യലോകം ഉപേക്ഷിച്ച് വിഷ്ണുവിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുകയും തൻ്റെ നിത്യവാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ലവനും കുശനും വടക്കൻ ദിക്കിലേക്ക് പോയി 2 നഗരങ്ങൾ കണ്ടെത്തി. അതായത് ലാഹോർ, അത് ലവൻ കണ്ടെത്തുകയും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസും തായ് നഗരമായ ലോപുരിയും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയുമാണ് ചെയ്തത്. ലവൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ഇന്നത്തെ ഇൻഡോ ആര്യൻ വംശീയ വിഭാഗങ്ങളാണ് സിഖർവാർ രജപുത്രർ, അബാദിയ, ലവ പതിദാർ എന്നിവർ. പുരാതന ഇന്ത്യയിലെ ക്ഷത്രിയരുടെ ഇക്ഷാകു വംശത്തിലോ സൂര്യവംശ രാജവംശത്തിലോ ആണ് ലവൻ. നിലവിലെ പാകിസ്ഥാനിലെ ഷാഹി കിലയിൽ ലവനുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രവുമുണ്ട്. കുശനാകട്ടെ തൻ്റെ പിതാവായ രാമനിൽ നിന്ന് കോസല രാജ്യം ഏറ്റെടുത്ത് അയോധ്യയിൽ നിന്ന് ഭരിച്ചു. കൂടാതെ കുശാപൂർ, ഇന്ന് കസൂർ എന്ന് വിളിക്കുന്ന നഗരം സ്ഥാപിച്ചു. ഇത് ഇന്നത്തെ ഛത്തീസ്ഗഡിനോട് യോജിച്ചു നിൽക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യുവിനാൽ കൊല്ലപ്പെട്ട കുശൻ മുതൽ ബൃഹത് ബലൻ വരെയുള്ളവരുടെ വംശാവലി പട്ടിക പുരാണങ്ങൾ നൽകുന്നുണ്ട്. അഗ്നിവർണ്ണൻ വരെയുള്ള രഘുവംശ പട്ടികയും ഇത് സ്ഥിരീകരിക്കുന്നു. ബൃഹത് ബലൻ മുതൽ ഇക്ഷാകു വംശത്തിലെ അവസാന ഭരണാധികാരിയായ സുമിത്രൻ വരെയുള്ള രാജാക്കന്മാരുടെ പട്ടികയും പുരാണങ്ങൾ നൽകുന്നു. BC 4-ാം നൂറ്റാണ്ടിൽ നന്ദരാജവംശത്തിലെ മഹാപത്മാനന്ദ ചക്രവർത്തി സുമിത്രയെ
അയോധ്യ വിടാൻ നിർബന്ധിച്ചു. അദ്ദേഹം മക്കളോടൊപ്പം റോഹ്താസിലേക്ക് പോയി. സുമിത്രയ്ക്ക് ശേഷം സൂര്യദേവന്റെ രാജവംശം അവസാനിക്കുമെന്നാണ് പറയപ്പെട്ടത്. ഭഗവത് പുരാണം അനുസരിച്ച് ഇക്ഷ്വാകു രാജവംശത്തിലെ രാജാക്കന്മാരുടെ പട്ടിക രാമായണം, മഹാഭാരതം, ഹരിവംശം പുരാണങ്ങൾ എന്നിവയിൽ കാണാം. കാളിദാസന്റെ രഘുവംശത്തിൽ ഈ രാജവംശത്തിലെ ചില രാജാക്കന്മാരുടെ പേരുകളും പരാമർശിക്കുന്നുണ്ട്. ധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതാണ് ലവൻ്റെയും കുശൻ്റെയും കഥ. മാതാപിതാക്കളോടും നീതിയുടെ പാതയോടും അർപ്പണബോധമുള്ളവരായതിനാൽ ലവനും കുശനും നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാനും മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞു.